السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, പരിശുദ്ധ ഖുർആനിലെ 178ാമത്തെ പേജാണ് ഇന്ന് റൈഹാൻ ഖുർആൻ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. അള്ളാഹു നമ്മുടെ ഈ ക്ലാസ് സ്വാലിഹായ സ്വീകരിക്കട്ടെ. നമ്മൾ ദുആ ചെയ്യാൻ കടപ്പാറുള്ള എല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മുസ്ലിങ്ങൾ, പണ്ഡിതന്മാർ, നമ്മുടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്ക്, ഭക്ഷണം തന്നവർക്ക്, സ്നേഹിച്ചവർ, സഹായിച്ചവർ, ക്ലാസ് കേൾക്കുന്നവർ, പിന്നീട് ചെയ്യുന്നവർ, ഇതിനോട് അധ്വാനിക്കുന്നവർ എല്ലാവർക്കും അല്ലാഹു തആല രണ്ട് ലോകത്തും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ആദ്യമായി 178ാം പേജിന്റെ പാരായണമാണ് നിർവഹിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إذ تستغيثون ربكم فاستجاب لكم أني ممدكم بألف من الملائكة مردفين وما جعله الله إلا بشرى ولتطمئن به قلوبكم وما النصر إلا من عند الله إن الله عزيز حكيم. إذ يغشيكم النعاس أمنة منه وينزل عليكم من السماء ماء ليطهركم به ويذهب عنكم رجز الشيطان وليربط على قلوبكم ويثبت به الأقدام. إذ يوحي ربك إلى الملائكة أني معكم فثبتوا الذين آمنوا سألقي في قلوب الذين كفروا الرعب فاضربوا فوق الأعناق واضربوا منهم كل بنان ذلك بأنهم شاقوا الله ورسوله ومن يشاقق الله ورسوله فإن الله شديد العقاب. ذلكم فذوقوه وأن للكافرين عذاب النار. يا أيها الذين آمنوا إذا لقيتم الذين كفروا زحفا فلا تولوهم الأدبار. من يولهم يومئذ دبره إلا متحرفا لقتال أو متحيزا إلى فئة فقد باء بغضب من الله ومأواه جهنم وبئس المصير. صدق الله العلي العظيم. പരിശുദ്ധ ഖുർആനിലെ 8ാം അധ്യായം സൂറത്തുൽ അൻഫാലിലെ 9 മുതൽ 16 വരെയുള്ള 8 ആയത്തുകളാണ് നമ്മൾ ഓതിവെച്ചത്. 9ാമത്തെ ജുസ്ഇലെ 178ാമത്തെ പേജ്. ബദർ യുദ്ധത്തിന്റെ പശ്ചാത്തലവും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കുമായിരുന്നു കഴിഞ്ഞ പേജിൽ നമ്മൾ അവസാനമായി പറഞ്ഞിരുന്നത്. മുസ്ലിമീങ്ങൾ വലിയ വിജയം നേടിയതിനെ കുറിച്ചും നമ്മൾ പറഞ്ഞു. ആ യുദ്ധവുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല മുഅ്മിനീങ്ങൾക്ക് നൽകിയ ചില അനുഗ്രഹങ്ങൾ, നിഅമത്തുകൾ എടുത്തു പറയുകയാണ് അല്ലാഹു തആല ഇനി ചെയ്യുന്നത്. 9ാമത്തെ ആയത്ത് നമുക്ക് നോക്കാം. ബദർ യുദ്ധത്തിനിങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കി സ്വഹാബത്തിന്റെ ഭാഗത്തേക്ക്. കുറച്ചു പേരേ ഉള്ളൂ, 300-ൽ ചില്ലാനും ആളുകളേ ഉള്ളൂ. മുശ്രിക്കുകളുടെ ഭാഗത്തേക്ക് നോക്കിയപ്പോഴോ അവർ 1000-ഓളം ആളുകളുണ്ട്. അവിടെ നിന്ന് ഖിബ്ലയുടെ നേരെ തിരിഞ്ഞു നിന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ഒരു തുണിയും തട്ടവുമാണ് ധരിച്ചിരുന്നത്. അല്ലാഹുമ്മ അൻജിസ് മാ വഅദ്തനി اللهم إنك إن تهلك هذه العصابة من أهل الإسلام فلا تعبد في الأرض أبدا. പടച്ചവനെ, നീ എനിക്ക് വാഗ്ദാനം ചെയ്ത വിജയം നിറവേറ്റി തരണമേ. മുസ്ലിംകളായ ഈ ഒരു സംഘം നശിച്ചു പോവുകയാണെങ്കിൽ പിന്നെ ഈ ഭൂമിയിൽ നിന്നെ ആരാധിക്കാൻ ആരും ഉണ്ടാവുകയില്ല. ഇങ്ങനെ വളരെ സങ്കടത്തോടു കൂടി അല്ലാഹുവോട് ദുആ ചെയ്യാണ്. ദുആ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതിനിടയിൽ അവിടുത്തെ പരിശുദ്ധമായ തോളിലുണ്ടായിരുന്ന തട്ടം താഴെ കൊണ്ടുപോയി അതുപോലെ അറിഞ്ഞിട്ടില്ല.
അപ്പോഴാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു വരുന്നതും ആ തട്ടമെടുത്ത് തോളിലിട്ട് കൊടുത്തിട്ട് പിന്നിലൂടെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, യാ നബി അല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, കഫാക മുനാശബതുക റബ്ബക, മതി, അങ്ങ് ദുആ ചെയ്തത് മതി, എത്ര നേരമായി, ഫഇന്നഹു സയുൻജിസു ലക മാ വഅദക, തീർച്ചയായും അല്ലാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തത് നിറവേറ്റുക തന്നെ ചെയ്യും, അങ്ങ് സമാധാനമായിരിക്കും നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പ്രാർത്ഥനകൾക്കെല്ലാം ഉത്തരമായി തുടരെ വന്നുകൊണ്ടിരിക്കുന്ന 1000 മലക്കുകൾ മുഖേന നിങ്ങൾക്ക് നാം സഹായം നൽകും എന്ന് അല്ലാഹു തആല സത്യവിശ്വാസികളെ അറിയിക്കുന്നതാണ് 9-ാമത്തെ ആയത്ത്. അതേപോലെ അല്ലാഹു ചെയ്തു കൊടുത്ത മറ്റു നിഅമത്തുകൾ, ഈ ദുആയുടെ ഫലമായി ചെയ്ത മറ്റു നിഅമത്തുകൾ ശേഷമുള്ള ആയത്തുകളിൽ വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് 9-ാമത്തെ ആയത്ത് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إذ تستغيثون ربكم فاستجاب لكم أني ممدكم بألف من الملائكة مردفين. إذ تستغيثون ربكم, നിങ്ങളുടെ റബ്ബിനോട് സഹായം അഭ്യർത്ഥിച്ച സമയം സ്മരിക്കുക, ആ സമയം നിങ്ങൾ ഓർക്കുക, ആ സന്ദർഭം ഓർക്കുക. ഇസ്തഗാസ എന്ന് പറഞ്ഞാൽ സഹായം അഭ്യർത്ഥിച്ചു. ഇത് തസ്തഗീസൂന റബ്ബക്കും, എന്നിട്ട് എന്താ സംഭവിച്ചത്? ഫസ്തജാബ ലക്കും, അങ്ങനെ അല്ലാഹു നിങ്ങൾക്ക് മറുപടി നൽകിയ ആ സന്ദർഭം നിങ്ങൾ ഓർക്കണം. നിങ്ങൾ ദുആ ചെയ്തു, അല്ലാഹു നിങ്ങൾക്ക് മറുപടി നൽകി. എങ്ങനെയാ മറുപടി നൽകിയത്? അന്നീ മുമിത്തുക്കും, ഞാൻ നിങ്ങൾക്ക് പിൻബലം നൽകാം, ബിഅൽഫിൻ മിനൽ മലായികതി, 1000 മലക്കുകളെ കൊണ്ട്, മുർദിഫീൻ, തുടർച്ചയായി അയക്കപ്പെടുന്ന, തുടരെ വരുന്ന 1000 മലക്കുകൾ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് പിൻബലം നൽകാം എന്ന് നിങ്ങളുടെ ദുആക്ക് ഉത്തരം നൽകിയ സന്ദർഭം ഓർക്കണം. സത്യവിശ്വാസികളായ ആളുകൾ പൊതുവെ എല്ലാവരും അള്ളാഹുവിന്റെ സഹായത്തിന് വേണ്ടി ആ സമയത്ത് ദുആ ചെയ്തിരുന്നു എന്നാണ്. ചില റിവായത്തിൽ അങ്ങനെ തന്നെ ഉണ്ട്. തങ്ങളും ദുആ ചെയ്തു, സ്വഹാബത്തും ദുആ ചെയ്തു. അങ്ങനെയാണ് മറുപടി ഉണ്ടായത്. അന്യ മുമിത്തുക്കും എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് പിൻബലം നൽകാം, ഞാൻ നിങ്ങളെ സഹായിക്കാം എന്നർത്ഥം. മുർദിഫിൻ എന്ന് പറഞ്ഞാൽ തുടരെ വരുന്നു. അങ്ങനെ അള്ളാഹു തആല മലായികത്തിനെ ഇറക്കി കൊടുക്കുകയും ചെയ്തു. ഇവിടെ പറഞ്ഞതുപോലെ ആദ്യം 1000 മലക്കുകളെയാണ് അയച്ചത്. പിന്നീട് അത് 3000-ആയും 5000-ആയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 3-ാം അധ്യായം 124-ലും 125-ലും ആവശ്യം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആവശ്യം പഠിച്ചതാണ്. ഇങ്ങനെ മലക്കുകളെ അയച്ചത് സത്യവിശ്വാസികളെ സന്തോഷിപ്പിക്കാനും അവരുടെ മനസ്സമാധാനത്തിനു വേണ്ടിയായിരുന്നു എന്നാണ് അടുത്ത 10-ാമത്തെ ആയത്തിൽ പറയുന്നത്. അതോടൊപ്പം പ്രത്യേകം ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ശരിയായ സഹായവും വിജയവും ലഭിക്കുന്നത് അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് മാത്രമാണ്. അല്ലാതെ മലക്കുകൾ വന്നു എന്നതുകൊണ്ടോ ആൾബലം ഉണ്ടായി എന്നതുകൊണ്ടോ ഒന്നും, ആയുധശക്തി ഉണ്ടായി എന്നതുകൊണ്ടോ ഒന്നും നിങ്ങൾ ജയിക്കാൻ പോകുന്നില്ല. നിങ്ങൾ ജയിച്ചത്, നിങ്ങൾക്ക് സഹായം കിട്ടിയത് അള്ളാഹു സഹായിച്ചത് കൊണ്ടാണ്. ചില മാധ്യമങ്ങൾ അതിലുണ്ടായി എന്ന് മാത്രം മലായികത്തിനെ പോലെയുള്ള. നോക്കാം 10-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാ ജഅലഹു അല്ലാഹു ഇല്ലാ ബുശ്റാ വലിതത്മഇന്ന ബിഹി ഖുലൂബുകും വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹ് ഇന്നല്ലാഹ അസീസുൻ ഹകീം. മാ ജഅലഹു അല്ലാഹു ഇല്ലാ ബുശ്റാ, ഒരു ശുഭവാർത്തയാവാനാണ് അല്ലാഹു തആല അങ്ങനെ ചെയ്തത്. വമാ ജഅലഹു അല്ലാഹു അങ്ങനെ സഹായിച്ചതിനാക്കിയിട്ടില്ല, നിശ്ചയിച്ചിട്ടില്ല. ഇല്ലാ ബുശ്റാ, ഒരു സന്തോഷ വാർത്തയായിട്ടല്ലാതെ, ഒരു ശുഭവാർത്തയായിട്ടല്ലാതെ. കാരണം നിങ്ങളെ സന്തോഷിപ്പിക്കാനാണ് അല്ലാഹു തആല അങ്ങനെ ചെയ്തത്. പിന്നെന്തിനുമാണ്? വലിതത്മഇന്ന ബിഹി ഖുലൂബുകും, നിങ്ങൾക്ക് മനസ്സമാധാനം ഉണ്ടാവാനുമാണ്. വലിതത്മഇന്ന ബിഹി, അങ്ങനെ മലായികത്തിനെ ഇറക്കുക വഴി നിങ്ങളുടെ ഖൽബുകൾ മുത്മഇന്നാവാൻ, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവാൻ വേണ്ടിയുമാണ് അങ്ങനെ ചെയ്തത്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹ്, ശരിയായ സഹായം അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് മാത്രമാണ്. അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് വന്നു കിട്ടണം. ഇന്നല്ലാഹ അസീസുൻ ഹകീം, നിശ്ചയമായും അല്ലാഹു തആല അസീസാണ്, അല്ലാഹു തആല പ്രതാപവാനാണ്, ഹകീം, അവൻ തന്ത്രജ്ഞനാണ്, മാണ്. അള്ളാഹുവിങ്കിൽ നിന്ന് മാത്രമാണ് ഏതൊരു സഹായവും ലഭിക്കുക. അവൻ പ്രതാപശാലി, മുക്തിമാനും തന്നെയാണ്. മലായികത്തിനെ അയച്ചതിൽ ഇതൊരു മാധ്യമമാണ്. അള്ളാഹു ചെയ്തതെന്നാണ് അർത്ഥം. അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നാണ് സഹായം ഉണ്ടായത്. ഇവിടെ
സാന്ദർഭികമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണത്? ഒരു യുദ്ധത്തിനും അല്ലാഹു തആല മലക്കുകൾ ഇറക്കിയിട്ടില്ല. ഇറക്കാം എന്നുള്ളൊരു വാഗ്ദാനം അല്ലെങ്കിൽ സന്തോഷ വാർത്ത നൽകുക മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നൊക്കെ ചില യുക്തിവാദികളായ വ്യാഖ്യാതാക്കൾ പറയാറുണ്ട്. ഈ സൂറയിലെ 10ഉം 12ഉം ആയത്തുകളും അതേപോലെ 3-ാം അധ്യായത്തിലെ 126-ാം ആയത്തും ഒക്കെ ഉയർത്തിക്കാട്ടിയാണ് അവർ അങ്ങനെ ദുർവ്യാഖ്യാനം നടത്താറുള്ളത്. മഹാന്മാരായ മുഫസ്സിറുകൾ പലരും പറഞ്ഞതുപോലെ ഈ അഭിപ്രായം ശരിയല്ല. മലക്കുകൾ നേരിട്ട് ബദറിൽ വന്ന് യുദ്ധം ചെയ്തതായി നിരവധി ഹദീസുകളിലുണ്ട്. ബദറിൽ മലക്കുകൾ ഹാജരായി എന്ന് വിശദീകരിക്കുന്ന ഒരു അധ്യായം തന്നെ സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. അവർ യുദ്ധത്തിൽ പങ്കുവച്ചിരുന്നെന്ന് കാണിക്കുന്ന 2 ഹദീസുകൾ ആ അധ്യായത്തിൽ മഹാനായ ബുഖാരി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന 12ാമത്തെ ആയത്തിൽ നിന്ന് വ്യക്തമായി മനസ്സിലാവുന്നതും അത് തന്നെയാണ്. മലായിക്കത്തുകൾ നേരിട്ട് പങ്കെടുത്തത്. മുസ്ലിങ്ങളെ സന്തോഷിപ്പിക്കാനും സമാധാനത്തിനുമാണ് മലക്കുകൾ അയച്ചത് എന്ന് പറഞ്ഞതുകൊണ്ട് അവർ യുദ്ധം ചെയ്തിട്ടില്ല എന്ന് വരില്ലല്ലോ. മാത്രമല്ല, മലക്കുകൾ യുദ്ധം ചെയ്താലല്ലേ മുസ്ലിമിലെ കൂടുതൽ സന്തോഷം മനസ്സമാധാനം ഉണ്ടാവുക. അപ്പൊ ആ അഭിപ്രായം അവർ നേരിട്ട് വന്ന് പങ്കെടുത്തിട്ടില്ല എന്ന് പറഞ്ഞ അഭിപ്രായം തള്ളിക്കളയേണ്ടതാണ്, ശരിയല്ല. 11ാമത്തെ ആയത്ത്. ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് സത്യവിശ്വാസികൾക്ക് അല്ലാഹു തആല നൽകിയ വേറെ 2 അനുഗ്രഹങ്ങളാണ് ഇനിയുള്ള ആയത്തിൽ പറയുന്നത്. ഒന്ന്, നിദ്രാമയക്കം, ഒരു ഉറക്കം നൽകിയെന്നാണ്. അവരെ ലഘുവായിട്ടൊന്ന് ഉറക്കി. ആ ഉറക്കത്തിലൂടെ അള്ളാഹു അവർക്ക് മനഃശാന്തി നൽകി, സമാധാനം നൽകി. ഒന്ന് ആലോചിച്ച് നോക്കൂ. നേരം വെളുത്താല് തങ്ങളെക്കാൾ ഇരട്ടി 3 ഇരട്ടി വരുന്ന ഒരു സൈന്യത്തോട് ഏറ്റുമുട്ടാനുള്ള ആളുകളാണ്. ആ ചിന്തയിൽ നിൽക്കുന്ന ആളുകൾക്ക് ഉറക്കം വരുമോ? അങ്ങനെ ഉറക്കം വരാതിരുന്നാലോ ഉറക്കാതിരുന്നാലോ പിറ്റേന്ന് അതിന് ക്ഷീണം കാണൂലേ? അല്ലാഹു തആല എന്ത് ചെയ്തു? അവർക്ക് നിദ്രാമയക്കം ഇട്ടുകൊടുത്തു. അവരുടെ കൽബിൽ, അവർ ഹൃദയങ്ങളിൽ ഇട്ടുകൊടുത്തു. അവർ ഉറങ്ങി, സമാധാനമായി ഉറങ്ങി. അവരെ ഉറക്കി. അല്ലാഹുവിന്റെ കൽബിൽ സമാധാനം ഇട്ടുകൊടുത്തു. രാത്രി സുഖമായി ഉറങ്ങി. ഇതൊരു അനുഗ്രഹമല്ലേ? ഉഹദ് യുദ്ധത്തിന്റെ സമയത്തും ഇതേപോലെ ഒരു നിദ്രാമയക്കം മുസ്ലിങ്ങളിൽ പലർക്കും അനുഭവം ഉണ്ടായതിനെ കുറിച്ച് ആലു ഇമ്രാനിൽ 154-ാമത്തെ ആയത്ത് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ മയക്കം കാരണം പലരുടെയും കൈകളിൽ നിന്ന് അവരറിയാതെ വാളുകൾ നിലത്ത് വീഴുമെന്ന് നമ്മളവിടെ പറഞ്ഞിരുന്നു. അതുപോലെയുള്ളൊരു മയക്കം തന്നെയാണ് ബദർ യുദ്ധ സമയത്ത് നടന്നത്. അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒഴിച്ച് മറ്റുള്ളവരെല്ലാം ഉറങ്ങുന്ന ഒരു അവസരം ബദർ യുദ്ധത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാവരും ഉറങ്ങാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രം ഒരു മരച്ചുവട്ടിൽ നേരം പുലരുവോളം നിസ്കരിച്ച് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതാണ് 1ാമത്തെ അനുഗ്രഹം, നിദ്രാമയക്കം നൽകി അവരെ ഉറക്കിയത്. 2ാമത്തെ അനുഗ്രഹം, നല്ലൊരു മഴ പെയ്യിച്ചിട്ട് അവർക്ക് വെള്ളം നൽകി, യഥേഷ്ടം വെള്ളം നൽകി. യുദ്ധം നടക്കുന്ന സ്ഥലത്ത്, ആ മൈതാനത്ത് മുസ്ലിങ്ങളുടെ താവളത്തിന് തമ്പിനടുത്തുണ്ടായിരുന്ന വെള്ളമുള്ള സ്ഥലം മുശ്രിക്കുകൾ നേരത്തെ കൈക്കലാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളായ ആളുകൾക്ക് കുളിക്കാനോ വുളു എടുക്കാനോ ഒന്നും വെള്ളമില്ലാതെ ബുദ്ധിമുട്ടിയിരുന്നു. വുളു എടുക്കാനും കുളിക്കാനും കഴിയാതെ ശുദ്ധിയില്ലാത്തവരായി പോലും പലരും സമയത്ത് മാനിച്ച് നിസ്കരിക്കേണ്ടി വന്നിട്ടുണ്ട് പലർക്കും. അന്ന് തയമ്മമിന്റെ നിയമം അവതരിച്ചിട്ടില്ല. വെള്ളം കിട്ടാതിരുന്നാൽ തയമ്മം ചെയ്യണമെന്ന നിയമം അവതരിക്കുന്നത് ഹിജ്റ 5-ാം കൊല്ലത്തിലാണ്, ബനുൽ മുസ്തലഖ് വെച്ചാണ്. അപ്പോൾ അന്നാ നിയമമല്ല. അതുകൊണ്ട് തന്നെ ബദറിൽ വെള്ളമില്ലാതെ ആയപ്പോൾ പലരും സമയം മാനിച്ചിട്ട് വുളു എടുക്കാതെ നിസ്കരിച്ചു. മാത്രമല്ല, മുസ്ലിമീങ്ങൾ താവളമടിച്ചിരുന്ന ആ സ്ഥലം മണലുള്ള സ്ഥലമായിരുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ നടക്കുന്ന സമയത്ത് കാലുകൾ അങ്ങനെ ആണ്ടുപോകും. ശത്രുക്കൾ താവളമടിച്ച സ്ഥലം നല്ല ഉയരമുള്ള ഉറച്ച ഭൂമിയായിരുന്നു എന്നർത്ഥം. ഇതെല്ലാം സ്വഹാബത്തിന്റെ മനോവീര്യം ചെറുതായെങ്കിലും ഉലക്കാൻ കാരണമായി. വെള്ളമല്ല, നടക്കാനും കഴിയുന്നില്ല, അല്ലേ? ഒരു യുദ്ധം ജയിക്കാൻ ഏറ്റവും പ്രധാനമായ ആവശ്യം സൈന്യത്തിന്റെ മനോധൈര്യം, ആത്മവിശ്വാസമാണ്. പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഇവിടെ വേറൊരു സംഭവം കൂടി ഉണ്ടായി. പിശാച് ഈ അവസരം ശരിക്കും മുതലെടുത്തു. പിശാച് അവിടെ വന്നിട്ട് സ്വഹാബത്തിന്റെ മനസ്സിൽ സന്ദേഹങ്ങളും ദുർബോധനങ്ങളും തോന്നിപ്പിച്ചു കൊടുക്കുക. നിങ്ങളൊക്കെ മുഅ്മിനീങ്ങളല്ലേ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകളാണ് നിങ്ങൾ, നിങ്ങളുടെ പ്രവാചകൻ നിങ്ങളെ കൂടെയുണ്ട്, എന്നിട്ടും നിസ്കരിക്കാൻ പോലും വുളു എടുക്കാൻ പറ്റാതെ വെള്ളം കിട്ടാതെ നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുകയാണല്ലോ.
നിങ്ങൾ അപ്പുറത്തുള്ള ശത്രുക്കൾ നോക്കൂ, അവർക്ക് വെള്ളത്തിന് ഒരു ക്ഷാമമല്ല, ഉഷാറായി നിൽക്കുന്നു അവർ. ഇതെന്ത് കഥയാണ്? നിങ്ങൾ അള്ളാന്റെ ആൾക്കാരാണ്, റസൂലിന്റെ ആൾക്കാരാണ്, അള്ളാന്റെ റസൂൽ സ്വന്തദാസങ്ങളെ കൂടെ തങ്ങളുടെ മുമ്പിനികളാണ്, അള്ളാഹ് ഇഷ്ടമുള്ള ആൾക്കാരാണ്. നിങ്ങൾക്ക് ഇങ്ങനെ പ്രയാസം ഉണ്ടാവേ? ഇതാണ് പിശാച് ദുർബോധനം നടത്തുന്നത്. ഈ സമയത്താണ് അള്ളാഹു താല നല്ലൊരു മഴ വർഷിപ്പിച്ചത്. അങ്ങനെ അള്ളാഹു താല അവർ അനുഗ്രഹിച്ചു. ആ മഴ പെയ്തതോടെ മുസ്ലിങ്ങളുടെ വെള്ളത്തിന്റെ ക്ഷാമമൊക്കെ മാറി. മാത്രമല്ല, അവർ നിന്നിരുന്ന ആ പ്രതലം അത് നല്ല ഉറച്ച് ബലം വെച്ച് ഉറപ്പുള്ളതായി മാറുകയും ചെയ്തു. അതേസമയം ശത്രുക്കൾ ആദ്യമേ താവളം ഉറപ്പിച്ച സ്ഥലം മഴ പെയ്തപ്പോഴായി ആകെ ചെളിമയമായി, ആകെ ചെളിയായി, നിലത്ത് കാലുറക്കാതെയായി. ഏതായാലും വിഷമങ്ങളും ആശങ്കകളും ഒക്കെ നീങ്ങി. പിശാചിന് ദുർമന്ത്രങ്ങളൊന്നും ഫലിച്ചില്ല. കുറെ ആൾക്കാരൊക്കെ വിട്ടുപോയി പിശാച് പറഞ്ഞു നോക്കി, ഇങ്ങനെയൊക്കെ ഈമാൻ തെറ്റിക്കേണ്ട പരിപാടിയാണ്. പക്ഷെ അതൊന്നും ഫലിച്ചില്ല. സ്വഹാബത്തിന്റെ മനോധൈര്യവും ആത്മധൈര്യവും വർദ്ധിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ബാഹ്യമായ അശുദ്ധി നീങ്ങി. പറഞ്ഞാൽ ഒതുക്കാൻ പറ്റാത്ത അവസ്ഥ, വെള്ളം കിട്ടിയല്ലോ, ഒതുക്കാൻ കഴിഞ്ഞു. പുറമേയുള്ള അശുദ്ധി നീങ്ങിപ്പോയി, അത് ഇല്ലാതെയായി മാറി. അതേപോലെ തന്നെ അകമേയുള്ള അശുദ്ധി, നമ്മുടെ പിശാചിന്റെ ദുർബോധനം കാരണം നേരിട്ട ആന്തരികമായ അശുദ്ധിയും ഇതോടുകൂടി നീങ്ങിപ്പോയി. അതുപോലെ തന്നെ മനസ്സുറപ്പ് കൂടിയതിനാൽ ആന്തരികമായ സ്ഥിരത അവർക്ക് ലഭിച്ചു. ഭൂമിയിൽ കാലുറച്ചു നിൽക്കാൻ കഴിയുന്നത് കൊണ്ട് ബാഹ്യമായ സ്ഥിരതയും ഉണ്ടായി. ഇതൊക്കെയാണ് 11ാമത്തെ ആയത്തിൽ പറയുന്നത്. ഇപ്പൊ എല്ലാ നിലക്കും അവർക്ക് റാഹത്തായി എന്ന്. 11ാമത്തെ ആയത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം إذ يغشيكم النعاس أمنة منه وينزل عليكم من السماء ماء ليطهركم به ويذهب عنكم رجز الشيطان ويربط على قلوبكم ويثبت به الأقدام إذ يغشيكم النعاس أمنة منه തന്റെ പക്കൽ നിന്നുള്ള മനഃശാന്തിയായി അള്ളാഹു നിങ്ങളെ നിദ്രാമയക്കത്താൽ ആവരണം ചെയ്ത സന്ദർഭം ഓർക്കണം. ഇത് അസന്ദർഭം ഓർക്കണം. യുഗശീക്കും നിങ്ങളെ ആവരണം ചെയ്ത അള്ളാഹു തആല നിങ്ങളെ ആവരണം ചെയ്ത നുആസ, നിദ്രാമയക്കത്താൽ നിങ്ങൾ ആവരണം ചെയ്ത ആ സന്ദർഭം ഓർക്കണേ. അമനതം മിൻഹു, അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള മനഃശാന്തിയായി. അപ്പൊ നിങ്ങളെ റബ്ബിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്കൊരു മനസ്സമാധാനം കിട്ടാൻ വേണ്ടി നിങ്ങളെ ഉറക്കം പൊതിഞ്ഞ സമയം നിങ്ങൾ ഓർക്കണം. നുആസ് എന്ന് പറഞ്ഞാൽ നിദ്രാമയക്കം, ഗസ്സായി വസിക്കുന്ന പൊതിയുക എന്നാൽ അവർ ഉറങ്ങിയ സന്ദർഭം എന്നർത്ഥം, ഉറക്കം മൂടിയ സന്ദർഭം, ഉറങ്ങിപ്പോയ സന്ദർഭം. അതേപോലെ തന്നെ വയുനസ്സിലുമാണേക്കും അള്ളാഹു നിങ്ങൾക്ക് വർഷിപ്പിച്ചു തന്ന സമയവും മിനസ്സമായി ആകാശത്തിൽ നിന്ന് മാൻ വെള്ളം, ആ സമയം നിങ്ങൾ ഓർക്കണം. എന്തിന്? യുതഹിറക്കും ബിഹി, ആ വെള്ളം കൊണ്ട് നിങ്ങളെ ശുദ്ധീകരിക്കാൻ, ശുദ്ധിയാവാൻ, ഒതുവെടുക്കാൻ വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുള്ളവർ. അപ്പോ അതിൽ നിന്ന് നിങ്ങൾക്ക് ശുദ്ധിയാവാനും വേണ്ടി, നിങ്ങളെ ശുദ്ധീകരിക്കാൻ വേണ്ടി അള്ളാഹു വെള്ളം ഇറക്കി. യുതഹിറക്കും ബിഹി, ആ വെള്ളം കൊണ്ട് നിങ്ങളെ ശുദ്ധീകരിക്കാൻ വേണ്ടി. അതേപോലെ തന്നെ വൈദുഹിബ അൻകും, നിങ്ങളെ തൊട്ട് പോക്കിക്കളയാനും ദൂരീകരിച്ച് കളയാനും എന്ത് രിജിസ ശൈത്താൻ, ശൈത്താന്റെ ദുർബോധനങ്ങൾ. നേരത്തെ നമ്മൾ പറഞ്ഞ പിശാച് വരെ പ്രവർത്തിക്കാൻ ശ്രമിച്ചു. അള്ളാന്റെ ആൾക്കാരാണ്, റസൂലിന്റെ ആൾക്കാരാണ്, സ്വന്തമായി മുസ്ലിങ്ങളാണ്, നിങ്ങൾ ഇങ്ങനെ ഇറങ്ങാറാണല്ലോ എന്ന് ചോദിച്ച് ദുർബോധനം നടത്തിയാൽ മനസ്സിന് ചാഞ്ചാട്ടം ഉണ്ടാക്കാൻ പിശാച് ശ്രമിച്ചിരുന്നു. അതാണ് ആ ശ്രമം നീക്കിക്കളയാനും ദൂരീകരിക്കാനും നിങ്ങളെ തൊട്ട് രിജിസ ശൈത്താൻ, പിശാചിന്റെ രിജിസാണ് ദുർബോധനം, പിശാചിന്റെ ദുർബോധനങ്ങൾ നിങ്ങളെ തൊട്ട് ദൂരീകരിക്കാനും മഴ ലഭിച്ചു തന്നു. പിന്നെന്തിനും വലിയറും നിങ്ങളുടെ മനസ്സുകൾ ദൃഢീകരിക്കാനും, കെട്ടി നിർത്താനും, ആരാസ്വദിക്കുന്ന ഹൃദയങ്ങൾ എന്ന് പറഞ്ഞാൽ മനസ്സുകൾ ദൃഢീകരിക്കാൻ, അല്ല ഉറച്ച മനസ്സോടെ നിൽക്കാൻ. നിങ്ങളുടെ കാലുറപ്പിച്ചു നിർത്താനുമായി, ഉറപ്പിച്ചു നിർത്താനും ബിഹിയ മഴ കൊണ്ട് അസുഖാം നിങ്ങളുടെ കാലുകളെ. അപ്പോ യുദ്ധക്കളത്തിൽ കാലുറപ്പിച്ചു നിർത്താനും നിങ്ങളുടെ മനസ്സുകൾ ദൃഢീകരിക്കാനും പിശാചിന്റെ ദുർബോധനങ്ങൾ ദൂരീകരിക്കാനും നിങ്ങളെ ശുദ്ധീകരിക്കാനും ഒക്കെ വേണ്ടി അല്ലാഹു ആകാശത്ത് നിന്ന് വെള്ളം ഇറക്കുകയും ചെയ്ത സന്ദർഭം ഓർക്കണം. നിങ്ങൾക്ക് ഉറക്കം നൽകിയ സന്ദർഭം ഓർക്കണം. 12ാമത്തെ ആയത്തിലേക്ക് അന്ന് ബദർ യുദ്ധത്തിന്റെ അന്ന് സത്യവിശ്വാസികൾക്ക് അള്ളാഹു ചെയ്ത് കൊടുത്ത വേറെ ഒരു അനുഗ്രഹമാണ് ഇനി പറയുന്നത്. അതായത്
മലക്കുകളെ യുദ്ധത്തിന് പറഞ്ഞയച്ചപ്പോ അള്ളാഹു തആല മലക്കുകളോട് നൽകിയ നിർദ്ദേശം അതാണ് ഈ 12ാമത്തെ ആയത്തിലുള്ളത്. ബദറിൽ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അള്ളാഹു തആല നൽകി എന്ന് പറഞ്ഞ സഹായം ഇതുവരെ നമ്മൾ പറഞ്ഞതൊക്കെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നതായിരുന്നു, പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുന്ന സഹായമാണ്. മഴ പെയ്തത്, ഉറക്കമില്ല, ഇതൊക്കെ. അതേസമയം ഇനി പറയുന്ന അനുഗ്രഹം അള്ളാഹു അറിയിച്ചത് കൊണ്ട് മാത്രം അറിയാൻ കഴിഞ്ഞതാണ്. കാരണം മലക്കുകൾക്ക് അള്ളാഹു നിർദ്ദേശം കൊടുത്തത് അതനുസരിച്ച് മലക്കുകൾ പ്രവർത്തിക്കുന്നത് ഇതൊന്നും കണ്ണുകൊണ്ട് മനുഷ്യന്മാർക്ക് കാണാൻ കഴിയില്ലല്ലോ. ഇങ്ങനെ അള്ളാഹുവിന്റെ ദീനിനെയും പ്രവാചകനെയും സത്യവിശ്വാസത്തെയും സഹായിക്കാൻ അള്ളാഹു സ്വീകരിച്ച പ്രത്യക്ഷവും പരോക്ഷവുമായ പല കാര്യങ്ങളും നമ്മളോട് ഇങ്ങനെ പറഞ്ഞു തരികയാണ്. അത്തരം അനുഗ്രഹങ്ങളുടെയൊക്കെ പേരിൽ നിങ്ങൾ അള്ളാഹുവിനോട് നന്ദിയുള്ളവരായിരിക്കണം എന്നാണ് ഉണർത്തുന്നത്. ബദറിലേക്ക് അയക്കപ്പെട്ട മലായിക്കത്തിനോട് അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് നൽകിയത്? ഒന്ന്, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. അതായത് ഞാൻ നിങ്ങൾ ഒപ്പം തന്നെ ഉണ്ട്, നിങ്ങളെ സഹായിക്കാൻ നിങ്ങൾക്കൊരു പരാജയം സംഭവിക്കുകയില്ല. രണ്ടാമത്തെ നിർദ്ദേശം, നിങ്ങൾ സത്യവിശ്വാസികളെ പതറാതെ ഉറപ്പിച്ചു നിർത്തണം. അതായത് അവർക്ക് മനസ്സമാധാനം, ശാന്തതയും ധീരതയും ഉണ്ടാക്കണം. അവരുടെ മനസ്സിന് നല്ല പ്രേരണ നൽകണം. വേണ്ടത് തോന്നിപ്പിച്ച് അവരെ കൂടെ നിൽക്കണം. അങ്ങനെയൊക്കെയാണ് സമാധാനം നൽകണമെന്നർത്ഥം. പിശാചുക്കൾ ദുർബോധനം നൽകുകയാണ് ചെയ്യുക, പക്ഷെ മലായിക്കത്തുകൾ മനുഷ്യന് സൽബോധനങ്ങൾ നൽകുകയാണ് ചെയ്യുക. അതിലൂടെ മനസ്സമാധാനം ലഭിക്കും. ഇങ്ങനെയാണ് ഒരു വ്യാഖ്യാനം. മറ്റൊരു വ്യാഖ്യാനം, ചില മഹാന്മാർ പറയുന്നത് പോലെ മലക്കുകൾ മനുഷ്യരൂപത്തിൽ തന്നെ പ്രത്യക്ഷപ്പെട്ട് അവർക്ക് ധൈര്യവും ഉപദേശം നൽകിയിരുന്നു എന്നും ആവാം. മലക്കുകൾ പലപ്പോഴും മനുഷ്യരൂപത്തിൽ വരാറുണ്ടല്ലോ. ബദറിൽ മലക്കുകൾ ഹാജരാതിനെ കുറിച്ച് പറയുന്ന അധ്യായത്തിൽ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ച ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം: ഇദാ ജിബ്രീൽ യുദ്ധായുധങ്ങളുമായി കുതിരയുടെ കടിഞ്ഞാണം പിടിച്ചുകൊണ്ട് നിൽക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാനിതാ ജിബ്രീൽ അലൈഹി സ്വലാമിനെ കാണുന്നു, യുദ്ധത്തിന്റെ ആയുധങ്ങളൊക്കെമായി കുതിരയുടെ കടിഞ്ഞാണം പിടിക്കാൻ നിൽക്കുന്നുണ്ട്. ആട്ടെ, മൂന്നാമത്തെ നിർദ്ദേശം എന്താണ്? മലായിക്കത്തിന് കൊടുത്ത അവിശ്വാസികളുടെ ഹൃദയങ്ങളിൽ ഞാൻ ഭീതി ഇട്ടു കൊടുക്കും, അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായി മുന്നേറണം. വിശ്വാസികളുടെ കൽബുകളിൽ ഞാൻ പേടി ഇട്ടുകൊടുക്കും. അവർ നിങ്ങളെ പരാജയപ്പെടുത്തുമെന്ന് നിങ്ങൾ പേടിക്കുകയേ വേണ്ട. അവരുടെ ശക്തിയും പ്രതാപവും ഒന്നും അവർക്ക് പ്രയോജനം ചെയ്യില്ല എന്നാണ്. നാലാമത്തെ നിർദ്ദേശം, നിങ്ങൾ അവരുടെ പിരടിക്ക് മീതെ വെട്ടണം, അവരുടെ വിരൽ തലപ്പുകൾ മുറിക്കുകയും ചെയ്യണം. പിരടിക്ക് മേലെ വെട്ടണം, വിരൽ തലപ്പുകൾ മുറിക്കണം. എന്താ ആശയം? പിരടിക്ക് മീതെ വെട്ടുക എന്ന് പറഞ്ഞാൽ തല കൊയ്യുക, തല വെട്ടുക, കഴുത്ത് വെട്ടുക എന്നർത്ഥം. വിരലുകളുടെ തലപ്പുകൾ മുറിക്കണം എന്ന് പറഞ്ഞ ഉദ്ദേശം ആ വിരലുകൾ ഉൾക്കൊള്ളുന്ന കൈകാലുകൾ മുറിച്ചു കളയണമെന്നർത്ഥം. ആ വിരലുകളൊക്കെ ഉൾക്കൊള്ളുന്ന കൈകാലുകൾ. മലക്കുകൾക്ക് അള്ളാഹുവിന്റെ യുദ്ധത്തിന്റെ ക്രമം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇവിടുന്നൊക്കെ എന്താ മനസ്സിലാകുന്നത്? മലായിക്കത്തുകൾ തന്നെ നേരിട്ട് വന്ന് യുദ്ധം ചെയ്തിട്ടുണ്ട് അല്ലെ? അതല്ല മനസ്സിലാകുന്നത്. അപ്പൊ അവർ യുദ്ധം ചെയ്തിട്ടില്ല എന്ന വാദം ശരിയല്ല. നമ്മൾ നേരത്തെ പറഞ്ഞു. രണ്ടാമത്തെ ആഴ്ച നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദ് യൂഹി റബ്ബുക ഇലൽ മലായികതി അന്നി മഅകും ഫസബ്ബിതുൽ ലദീന ആമനൂ فألقي في قلوب الذين كفروا الرعب فاضربوا فوق الأعناق واضربوا منهم كل بنان. يوحي ربك إلى الملائكة. അങ്ങയുടെ രക്ഷിതാവ് മലായികത്തിന് സന്ദേശം നൽകിയ സന്ദർഭം ഓർക്കണം. അങ്ങയുടെ രക്ഷിതാവ് വഹി നൽകിയ സന്ദർഭം ഓർക്കണേ. ഇലൽ മലായികത്തി, മലായികത്തിന് എന്താ സന്ദേശം കൊടുത്തത്? അന്നീ മഅകും, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഒന്ന്, അന്നീ നിശ്ചയമായി ഞാൻ മഅകും, നിങ്ങളുടെ കൂടെയുണ്ട്. ഫസബ്ബിതുൽ ലദീന ആമനൂ, അതുകൊണ്ട് നിങ്ങൾ സത്യവിശ്വാസികളെ അടിയുറപ്പിച്ചു നിർത്തണേ. ഫസബ്ബിതു, നിങ്ങളവരെ അടിയുറപ്പിച്ചു നിർത്തണേ. ഫൗൽഖി ഫീ ഖുലൂബിൽ ലദീന കഫറു റുഅബ, ഫൗൽഖി ഞാൻ ഇട്ടുകൊടുക്കും, ഫീ ഖുലൂബിൽ ലദീന കഫറു, സത്യനിഷേധികളുടെ ഹൃദയങ്ങളിൽ അർറുഅബ, പേടി ഇട്ടുകൊടുക്കും. ഞാൻ പേടിയിട്ട് കൊടുക്കാം, നിങ്ങൾ പേടിക്കോളും. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം? നാലാമത്തെ നിർദ്ദേശം, ഫദ്രിബൂ ഫൗഖൽ അഅനാഖ്, ഫദ്രിബൂ നിങ്ങൾ വെട്ടണം, ഫൗഖൽ അഅനാഖി, പിരടികൾക്ക് മുകളിൽ നിങ്ങൾ വെട്ടണം. ഫദ്രിബൂ മിൻഹും കുല്ല ബനാൻ,
അവരുടെ ശിരസ്സുകളും കൈകാലുകളും നിങ്ങൾ വിച്ഛേദിക്കണം എന്നാണ് ഉദ്ദേശമാണ്. ബനാൻ എന്ന് പറഞ്ഞാൽ വിരലിന്റെ തലപ്പ് എന്നാണ്. അവരുടെ ഓരോ വിരൽ തലപ്പും നിങ്ങൾ വെട്ടുക എന്ന് പറഞ്ഞാൽ ആ വിരലും ഒക്കെ ഉൾക്കൊള്ളുന്ന, ആ വിരലുകൾ ഉൾക്കൊള്ളുന്ന കൈകളും കാലുകളും, രണ്ടിടത്തും വിരലില്ലേ, ആ വിരലുകൾ ഉൾക്കൊള്ളുന്ന കൈകളും കാലുകളും നിങ്ങൾ വെട്ടിക്കളയണം. എങ്ങനെയാണ് യുദ്ധം ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ചു. എങ്ങനെയാണ് മലക്കുകൾ ഇതുപോലെ വെട്ടിയത്, എത്ര പേരെ വെട്ടി, ആയുധം ഏത് ടൈപ്പായിരുന്നു, മുസ്ലിക്കുകളുടെ മുഴുവൻ നശിപ്പിക്കാൻ സത്യത്തിൽ ഒരേ ഒരു മലക്ക് പോരെ, പിന്നെന്തിനാ ഇത്രയും ആയിരക്കണക്കിന് ആളുകൾ അയച്ചത്, ഇങ്ങനെ പല സംശയങ്ങളിലൂടെ തോന്നാൻ സാധ്യതയുണ്ട്. പക്ഷെ സംശയങ്ങളൊക്കെ അപ്രസക്തമാണ്. ആന്മാരെ പറഞ്ഞതുപോലെ ഈ പോക ചോദ്യങ്ങൾക്ക് നൽകിയ മറുപടി ശ്രദ്ധേയമാണ്. മലക്കുകളും അവരുടെ പ്രവർത്തനങ്ങളും നമ്മളെ സംബന്ധിച്ചിടത്തോളം അദൃശ്യങ്ങളാണ്, കാണാൻ കഴിയാത്തതാണ്. അതാണ് മറുപടി ചുരുക്കും. അവർ പറഞ്ഞെന്താ, മലായിക്കത്ത് എങ്ങനെ ചെയ്തു, എന്താ ചെയ്തത്, എത്ര ആളെ വെട്ടി, എങ്ങനെ വെട്ടി, ഇതൊന്നും നമുക്ക് പെട്ടെന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ സംശയത്തിന് പ്രശ്നമില്ല. കാരണം മലായിക്കത്ത് എന്നത് അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗൈബാണ്, പിന്നെ അദൃശ്യമായ കാര്യങ്ങളാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് കാണാൻ കഴിയില്ല. അതാണ് മറുപടി. ഭൗതികമായ വീക്ഷണത്തിലൂടെ മാത്രം ഇത്തരം സംഭവങ്ങൾ വിലയിരുത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം മറുപടികളൊന്നും അവർക്ക് മതിയാവില്ല. ശരി, പക്ഷേ അവർക്ക് അവരുടേതായിട്ടുള്ള നിശ്ചിത താല്പര്യങ്ങൾ ഉണ്ടാവാം. അതുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിട്ടേക്ക്, കാര്യം മനസ്സിലാകുന്ന ആളുകളാണ് ഇവർ പറഞ്ഞു കൊടുക്കുന്നത്. അള്ളാഹുവിന് പലതരം സൈന്യങ്ങളുണ്ട്. എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ പ്രവർത്തനം, ഇടപെടല് എന്നെല്ലാം ഇതൊക്കെ അള്ളാഹുവിന് മാത്രമേ കൃത്യമായി അറിയുകയുള്ളൂ. നമ്മുടെ ചെറിയ ബുദ്ധികൾ കൊണ്ടെല്ലാം മനസ്സിലാണെന്ന് വെച്ചാൽ നടക്കുമോ? ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയപ്പോ മദീനയിലേക്കുള്ള ഹിജ്റയ്ക്ക് പോകുകയാണ്. ആ പോകുന്ന വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹു ഗുഹയിൽ ഒളിച്ചിരുന്ന കഥ നമുക്കറിയാലോ. സൗർ ഗുഹയിൽ ഒളിച്ചിരുന്ന കഥ. അവിടേക്ക് അവരെ തെരഞ്ഞു വന്ന ശത്രുക്കളുടെ ദൃഷ്ടിയിൽപ്പെടാതെ അള്ളാഹു അവരെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. ആ സംഭവം പറയുന്നിടത്ത് അള്ളാഹു തആല പറയുന്നുണ്ട്, വഅയ്യദഹു ബിജുനൂദിൻ ലം തറൗഹാ. 40-ാം അധ്യായം 40-ാം സൂക്തം. നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത ചില സൈന്യങ്ങൾ മുഖേന അള്ളാഹു തആല അവരെ സംരക്ഷിച്ചു. നമ്മൾക്ക് കാണാൻ കഴിയാത്തതാണ് അതൊക്കെ. അങ്ങനത്തെ ഒരുപാട് സൈന്യങ്ങൾ അള്ളാഹുവിനുണ്ട്. ഖന്തഖ് യുദ്ധത്തിൽ ശത്രു സൈന്യത്തെ പരാജയപ്പെടുത്തുന്നതിനെ കുറിച്ച് പറയുന്നിടത്ത് 33-ാം അധ്യായം 9-ാം ആയത്തിൽ അള്ളാഹു തആല പറയുന്നു, ഫഅർസൽനാ അലൈഹിം റീഹൻ വജുനൂദൻ ലം തറൗഹാ. അല്ലാത്ത കൊടുങ്കാറ്റ് കാറ്റ്. മക്ക വിജയം പറയുന്നിടത്തും ഇതേ പ്രയോഗമുണ്ട്, വലില്ലാഹി ജുനൂദുസ് സമാവാതി വൽ അർദ്. അള്ളാഹുവിന് ആകാശങ്ങളിൽ ഭൂമിയിലും ഒരുപാട് സൈന്യങ്ങളുണ്ട്. പക്ഷേ ഈ സൈന്യങ്ങൾ എങ്ങനെയാണ്, ആരൊക്കെയാണ്, ഏതൊക്കെയാണ്, അവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ്, ഇതൊക്കെ അള്ളാഹുവിന് മാത്രമേ അറിയൂ. വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാ ഹു. സൂറത്തുൽ മുദ്ദസ്സിർ 31-ാമത്തെ. അങ്ങയുടെ അള്ളാഹുവിന്റെ സൈന്യത്തെക്കുറിച്ച് അള്ളാഹുവിന് മാത്രമേ അറിയൂ എന്നർത്ഥം. ഇനി നമ്മൾ 13-14 ആയത്തുകളിലേക്ക് കടക്കുകയാണ്. ശത്രുക്കൾക്ക് ബദറിലുണ്ടായ ഈ അനുഭവം എന്തുകൊണ്ടാണെന്നാണ് ഇനി അള്ളാഹു തആല പറയുന്നത്. എന്താ കാരണം? അവർ അള്ളാഹുവിനും റസൂലിനും എതിരെ തിരിഞ്ഞു എന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ഭൗതികമായ ശിക്ഷയ്ക്ക് പുറമെ അവർക്ക് നരകശിക്ഷയുണ്ട് എന്നും അള്ളാഹു തആല ഉണർത്തുകയാണ്. നോക്കൂ 13-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ذلك بأنهم شاقوا الله ورسوله ومن يشاقق الله ورسوله فإن الله شديد العقاب. ذلك അങ്ങനെ വരാൻ കാരണം അതുണ്ടായത് بأنهم شاقوا الله ورسوله. തീർച്ചയായും അവർ അല്ലാഹുവിനോടും റസൂലിനോടും ശത്രുത പുലർത്തി എന്നതാണ്. ശത്രുത പുലർത്തി എതിര് നിന്നു എന്നതാണ്. ഷാഖ നേരെ എതിർത്ത് പ്രവർത്തിക്കുന്നതാണ്. ആരെങ്കിലും ഒരാൾ അള്ളാഹുവിനോടും അവന്റെ ശത്രുക്കളോടും യുദ്ധം പ്രഖ്യാപിക്കുന്നുവോ, ശത്രുത വെച്ച് വേർത്തുന്നുവോ, കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. ലോക ചരിത്രത്തിൽ തന്നെ തുല്യതയില്ലാത്ത വിധം അതിദയനീയമായ പരാജയവും അഗണ്യമായ നാശനഷ്ടങ്ങളും സത്യനിഷേധികൾക്ക് വരാനുണ്ടായ കാരണം ഇവിടെ വ്യക്തമാക്കിയത് ശ്രദ്ധേയമാണ്. അല്ലാഹുവിനോടും റസൂലിനോടും ശത്രുത പുലർത്തി. പിന്നെ ആയത്തിന്റെ അവസാനം കനത്തൊരു താക്കീതും. പാരത്രിക ശിക്ഷ വേറെ ഉണ്ടാവും.
14-ാമത്തെ ആയത്ത് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ദാലികും ഫദൂഖൂഹു വഅന്ന ലിൽ കാഫിരീന അദാബൻ നാർ. ദാലികും, സത്യനിഷേധികളെ, അതാണ് ഇഹലോക ശിക്ഷ. ബദറിൽ നിങ്ങൾക്ക് അനുഭവിച്ചത്. ദാലികും, അതാണ് ഇഹലോകത്ത് നിങ്ങൾക്ക് ലഭിക്കാനുള്ള ശിക്ഷ. ഫദൂഖൂഹു, അതുകൊണ്ട് നിങ്ങൾ ആ ശിക്ഷ രുചിച്ചുകൊള്ളു, നിങ്ങൾ ആ ശിക്ഷ ടേസ്റ്റ് ചെയ്തുകൊള്ളു. മാത്രമല്ല വഅന്ന ലിൽ കാഫിരീന അദാബൻ നാർ, തീർച്ചയായും കാഫിരീങ്ങൾക്കുണ്ട് അദാബൻ നാർ, നരകശിക്ഷയുമുണ്ട്. ദാലികും, അതുകൊണ്ട് നിങ്ങൾ അത് നിങ്ങൾ ആസ്വദിക്കും. ഏത്? ഈ സംഭവം, ഈ ടേസ്റ്റ്, ഈ ശിക്ഷ നിങ്ങൾ ആസ്വദിക്കണം. സത്യനിഷേധികൾക്ക് നരകശിക്ഷ വേറെ ഉണ്ടായിരിക്കും. 15-ാമത്തെ ആയത്ത് നോക്കാം. അവിശ്വാസികൾ മുസ്ലിമുകളോട് യുദ്ധം ചെയ്യാൻ ഒരുങ്ങി വരുമ്പോ അവരെ നേരിടാതെ ഒഴിഞ്ഞു മാറുന്നത് കർശനമായി നിരോധിക്കുകയാണ് ഇനി അല്ലാഹു തആല ചെയ്യുന്നത്. അതേപോലെ തന്നെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോ പിന്തിരിഞ്ഞോടാനും പാടില്ല എന്ന് പറയുകയാണ്. അത് മറ്റുള്ള അംഗങ്ങളുടെ കൂടി മനോവീര്യം പകർത്ത് കളയുന്ന പണിയാണല്ലോ. അതുകൊണ്ട് അത് പാടില്ല എന്ന് പറയാൻ കാരണം. അതേസമയം ചിലപ്പോ പിന്മാറേണ്ടി വരും. എന്തിന്? ശത്രുക്കളെ പരാജയപ്പെടുത്താൻ യുദ്ധക്കളത്തിൽ നിന്നും താൽക്കാലികമായി പെട്ടെന്ന് പിന്മാറി പിന്നിലൂടെ ആക്രമണം നടത്തേണ്ടി വരും. തന്ത്രപരമായ ഒരു നീക്കം എന്ന നിലക്ക് യുദ്ധക്കളത്തിൽ നിന്നും തൽക്കാലം പിന്തിരിഞ്ഞ് വീണ്ടും രംഗപ്രവേശം ചെയ്യേണ്ടി വരിക, അതിന് കുഴപ്പമില്ല. അതേപോലെ തന്നെ ചിലപ്പോ വേറെ ഒരു സ്ഥലത്ത് നിലയുറപ്പിച്ച് കൂടുതൽ ശക്തിയോടുകൂടി ശത്രുവിനെ ആക്രമിക്കാൻ യുദ്ധക്കളത്തിൽ നിന്ന് താൽക്കാലികമായി പിന്മാറേണ്ടി വരും, അതിനും കുഴപ്പമില്ല. മറ്റു ചിലപ്പോ ഒരു സൈനികനോ അല്ലെങ്കിൽ ഒരു മിലിറ്ററി സംഘമോ ഒറ്റപ്പെട്ടു പോയാൽ ഫലപ്രദമായ നിലയിൽ ശത്രുവിനെ നേരിടാൻ മറ്റൊരു സംഘത്തോടൊപ്പം ചെന്നുചേരേണ്ടി വരും. അത്തരം ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി യുദ്ധക്കളത്തിൽ നിന്നും പിന്മാറാവുന്നതാണ്. ഇതൊന്നുമല്ലാതെ വേറെ ഒരു ആവശ്യത്തിനും യുദ്ധക്കളത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോവാൻ പാടില്ല, പിന്തിരിഞ്ഞോടാൻ പാടില്ല. അങ്ങനെ പിന്തിരിഞ്ഞോടുന്നത് അള്ളാഹുവിന്റെ കഠിനമായ കോപത്തിനും ശിക്ഷക്കും കാരണമാണ് എന്നുകൂടെ അള്ളാഹു തആല താക്കീത് ചെയ്യുകയാണ്. ആയത്ത് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ലഖീതുമുല്ലദീന കഫറൂ സഹ്ഫാ إذا لقيتم الذين كفروا زحفا فلا تولوهم الأدبار ومن يولهم يومئذ دبره إلا متحرفا لقتال أو متحيزا إلى فئة فقد باء بغضب من الله ومأواه جهنم بئس المصير. 15-16 ആയത്തുകളാണ് ഓതി വെച്ചത്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇദാ ലഖീതുമുല്ലദീന കഫറൂ, നിങ്ങൾ സത്യനിഷേധികളെ കണ്ടുമുട്ടിയാൽ, സത്യനിഷേധികളുടെ സേനകളുമായി സൈന്യവുമായി നിങ്ങൾ കണ്ടുമുട്ടിയാൽ, ഇദാ ലഖീതുമുല്ലദീന കഫറൂ, കാഫിരീങ്ങളെ നിങ്ങൾ കണ്ടുമുട്ടിയാൽ, സഹ്ഫൻ എന്ന് പറഞ്ഞാൽ അവരുടെ സേനാവ്യൂഹവുമായി കണ്ടുമുട്ടിയാൽ, സഹ്ഫൻ എന്ന് പറഞ്ഞാൽ അവരുടെ സൈന്യവുമായി കണ്ടുമുട്ടിയാൽ, ശത്രുക്കളെ നിങ്ങൾ കണ്ടുമുട്ടിയാൽ, സഹ്ഫൻ സൈന്യത്തിലുള്ള അവസ്ഥയില്ലെന്ന സൈന്യത്തെ കണ്ടുമുട്ടിയാൽ, ഫലാ തുവല്ലൂഹുമുൽ അദ്ബാർ, നിങ്ങൾ പിന്തിരിഞ്ഞോടരുത്, അവർക്ക് പിൻഭാഗമായിട്ട് നിങ്ങൾ ഓടരുതാണ് പിന്തിരിഞ്ഞോടരുത്. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അങ്ങനെ ആ സമയത്ത്, യുദ്ധത്തിന്റെ സമയത്ത് ആരെങ്കിലും അങ്ങനെ പിന്തിരിഞ്ഞോടിയാൽ എന്താണ് സംഭവിക്കുക എന്ന് ശേഷം പറയുന്നുണ്ട്. ഇനി പിന്തിരിഞ്ഞോടാൻ പറ്റുന്ന സന്ദർഭം അതിനിടയിൽ പറയണം. ഇല്ലാ മുതഹർരിഫൻ ലിഖിതാലിൻ, യുദ്ധത്തിന്റെ ആവശ്യാർത്ഥം മറ്റൊരിടത്തേക്ക് മാറി നിൽക്കാനോ, യുദ്ധത്തിന്റെ ആവശ്യാർത്ഥം മുതഹർരിഫൻ മറ്റൊരു സ്ഥലത്തേക്ക് മാറി നിൽക്കാൻ വേണ്ടി പിന്തിരിയുകയാണെങ്കിൽ അതിന് കുഴപ്പമില്ല. അപ്പൊ അവിടെ പിന്മാറിയിട്ട് വേറെ സ്ഥലത്ത് നിൽക്കാം. അപ്പൊ ആരെങ്കിലും വന്ന് യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ എങ്ങനെ ഒഴികെ, ഇല്ലാ മുതഹർരിഫൻ ലിഖിതാലിൻ, യുദ്ധത്തിന്റെ ആവശ്യാർത്ഥം മറ്റൊരിടത്തേക്ക് മാറി നിൽക്കാൻ വേണ്ടിയല്ലാതെ, ഔ മുതഹയ്യിസൻ, അല്ലെങ്കിൽ ചെന്നു ചേരാൻ വേണ്ടിയല്ലാതെ, സംഗമിക്കാൻ വേണ്ടിയല്ലാതെ, ഇലാഫിയത്തിൽ മറ്റൊരു ടീമിലേക്ക്, ഒന്നെങ്കിൽ വേറെ ഭാഗത്തോട് യുദ്ധം ചെയ്യാൻ വേണ്ടി അവിടുന്ന് പിന്മാറുകയാണെങ്കിൽ ആവാവുന്നതാണ്. അല്ലെങ്കിൽ ഔ മുതഹയ്യിസൻ ഇലാഫിയത്തിൽ, വേറെ ഒരു സംഘം അപ്പുറത്തുണ്ട്, അവരുടെ അടുത്തേക്ക് പോകണം,
കാരണം അവരുടെ ആ സംഘത്തിലേക്ക് സംഗമിക്കാൻ, ആ സംഘത്തിൽ നിന്ന് ചേരാൻ വേണ്ടിയോ നിങ്ങൾക്ക് ഇതൊന്ന് പിന്മാറിയിട്ട് അവരിലേക്ക് ചേരാൻ വേണ്ടി പോകാം. അപ്പോ വേറെ ഒരു സംഘത്തിൽ സംഗമിക്കാനോ മറ്റൊരിടത്തേക്ക് യുദ്ധാവശ്യാർത്ഥം മറ്റൊരിടത്ത് മാറി നിൽക്കാനോ അല്ലാതെ നിങ്ങൾ പിന്തിരിയുകയേ ചെയ്യരുത്, പിന്തിരിഞ്ഞോടുകയേ ചെയ്യരുത്. ഹയ്യസം എന്ന് പറഞ്ഞാൽ സംഗമിക്കാൻ, ചെന്നു ചേരാൻ. ഫിഅത്തുൻ എന്ന് പറഞ്ഞാൽ വിഭാഗം. അങ്ങനെ ആരെങ്കിലും പിന്തിരിഞ്ഞോടിയാൽ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് ശിക്ഷയ്ക്ക് വിധേയരായവരാണ് അവർ മടങ്ങിയിട്ടുണ്ട്. അല്ലാഹുവിൽ നിന്നുള്ള ശിക്ഷ കൊണ്ട്, അല്ലാഹുവിൽ നിന്നുള്ള കോപം കൊണ്ട്, പറഞ്ഞാൽ അല്ലാഹുവിന്റെ കോപത്തിന് അവർ വിധേയരായി. ജഹന്നം, അവരുടെ സങ്കേതം നരകവുമാണ്. സങ്കേതം എത്ര ഹീനമായ സങ്കേതമാണത്. യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞാൻ പാടില്ല. ഇത് ഇസ്ലാമിന്റെ മാത്രം നിയമമല്ല. എല്ലാ രാജ്യങ്ങളും ഭരണകൂടങ്ങളും വളരെ ഗുരുതരമായി കാണുന്ന തെറ്റാണ് യുദ്ധത്തിന്റെ സമയത്ത് പിന്തിരിഞ്ഞോടുക എന്നത്. എല്ലാ രാജ്യങ്ങളും ഈ തെറ്റിന് കർശനമായ ശിക്ഷകൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇസ്ലാമിന്റെ നടപടി അതിലും കർശനമാണ്. പിന്തിരിഞ്ഞോടുന്നവൻ അള്ളാഹുവിന്റെ കോപത്തിന് വിധേയനായി നരകശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന കടുത്ത ശിക്ഷ. സൽക്കർമ്മങ്ങളെയെല്ലാം പറ്റേ നിഷ്ഫലമാക്കി കളയുന്ന 7 വൻകുറ്റങ്ങളിൽപ്പെട്ടതാണ് യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുക എന്ന്. കാരണം അത് മറ്റുള്ള സേനാ അംഗങ്ങളുടെ കൂടെ മനോധൈര്യവും മനോവീര്യവും ചോർത്തിക്കളയുന്ന പരിപാടിയാണ്. അതുകൊണ്ട് പാടില്ല. 7 മഹാപാപങ്ങൾ എണ്ണിയ കൂട്ടത്തിൽ ഇതും എണ്ണിയിട്ടുണ്ട് അല്ലെ? അള്ളാഹുവിനോട് പങ്കു ചേർക്കുക, ശിർക്ക് ചെയ്യുക, സിഹ്ർ ചെയ്യുക, അന്യായമായവരെ കൊല്ലുക, പലിശ ഉപയോഗിക്കുക, അനാഥകളുടെ മുതൽ തിന്നുക, യുദ്ധത്തിന്റെ ദിവസം പിന്തിരിഞ്ഞോടുക, വ്യഭിചാര ആരോപണം നടത്തുക. അങ്ങനെ 7 എണ്ണമാണ് ഒരു ഹദീസിൽ പറഞ്ഞ സബൽ മുബിഖാത്ത്. വേറെയും ചില റിപ്പോർട്ടുകൾ വേറെയും കുറ്റകൃത്യങ്ങൾ കാണാം. അപ്പോ എല്ലാ സമയത്തും ബാധകമാകുന്ന ഒരു പൊതു നിയമം എന്നുള്ള നിലക്കാണ് ഇങ്ങനെ പിന്തിരിയരുത് എന്ന് ഇവിടെ പറഞ്ഞു. അതേസമയം ശത്രു സൈന്യം വളരെ കൂടുതലുള്ളപ്പോൾ, അതായത് മുസ്ലിമീങ്ങളുടെ ഇരട്ടിയോ അതിലധികമോ ശത്രു സൈന്യം ഉണ്ടെങ്കിൽ ഈ നിയമത്തിൽ ഇളവുകളുണ്ട് എന്നാണ് ഇനി പറയുന്നത്. ഇനി ഇതേ സൂറയുടെ 66-ാം ആയത്തിൽ വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് പഠിക്കാം. വിശാലമായി വിശദമായി അവിടെ പറയുന്നുണ്ട് ഈ സൂറയിൽ 66-ാം ആയത്തിൽ. പിന്നത്തെ പേജിൽ ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് പിരിയാം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى ال سيدنا محمد. അല്ലാഹുവിന്റെ ഔദ്യോഗിക പറഞ്ഞു പഠിച്ചു പ്രവർത്തിക്കാൻ അല്ലാഹ് മഹാന്മാരായ ബദരീങ്ങളുടെ നമ്മളെല്ലാം മുറാദുകൾ ഞങ്ങളെ ആഹ്റത്ത് നന്നാക്കാൻ മരണം ജീവിതകാലത്തോടുള്ള പ്രയാസമാണ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اجعل جمعنا هذا جمعا مرحوما ولا تجعل اللهم فينا ولا منا ولا معنا ثم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله عليه وسلم وعلى آله وصحبه أجمعين. سبحان ربك رب العزة. الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. من الله دعاء. السلام عليكم.